നല്ലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എന്ന് പറയാൻ പോണത്. നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഹാപ്പിനെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന് പ്രതീകമായിട്ട് ലഡു അതുപോലെ തന്നെ സ്വീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ സ്വീറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാൻ ഗ്യാസുമ്മലൊക്കെ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് റവയും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മുടെ പാൽപ്പൊടിയും മിൽക്ക് പൗഡറും ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ അതൊരു ബ്രൗൺ കളറാവുന്നതിരെ വറുത്തൊന്നും എടുക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അതാണ് ഉദ്ദേശം. എന്നിട്ട് അതൊന്ന് ഒരു സൈഡിലേക്ക് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഗ്യാസുമ്മൽ പാലൊക്കെ തിളപ്പിക്കാൻ പറ്റിയ ഒരു പാത്രമൊക്കെ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 പാക്കറ്റോളം പാല് അതിലേക്ക് ഒഴിക്കുകയാണ്. 500 ml ഏകദേശം ഉണ്ടാവും. പിന്നെ അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം നമ്മുടെ ബട്ടർ, ഞാനിവിടെ മിൽമൻ്റെ ബട്ടറാണ് എടുത്തത്, അത് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കണ്ട് ഇളക്കി കൊടുക്കുക. അതിൽ ചൂടൊക്കെ തട്ടി ആ പാലിലൊക്കെ ലയിച്ച് ചേരും. മിൽമൻ്റെ ബട്ടറാകുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. നിങ്ങൾക്ക് അതിലേക്ക് സാധാ നമ്മുടെ നെയ്യ് ചേർക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇത് മിൽക്ക് മെയ്ഡാണ്, ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയാണ്. അത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് കുറച്ച് ഹാർഡായി. ഇതിൻ്റെ റെസിപ്പി നാളെ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പോളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 3 ഏലക്കായ് ചതച്ചെടുത്തതോ അല്ലെങ്കിൽ ഏലക്കായിൻ്റെ പൊടി ഒരു ചെറിയ ടീസ്പൂണും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഒന്നും കൂടി വേണം, അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആൽമണ്ട്സ് ബദാമാണ് എടുക്കുന്നത്, അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ഇടുന്നത്. നിങ്ങൾക്ക് പിസ്ത അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ ഒരു നട്ട്സ് ഇട്ടാൽ മതി. പിന്നെ പാലൊക്കെ കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയും ആ റവയും ആ മിക്സ് അതിലേക്ക് കുറച്ച് അങ്ങനെ തട്ടി കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് 2 പാർട്ടായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്ത് ഒരു മാവ് പരുവത്തിലാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഒരു നമ്മളെ നൈസ് പത്തിരിക്കുള്ള ഡോ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ആ പാലിൽ നമ്മുടെ അരിപ്പൊടിയും റവയും പിടിച്ച് കട്ട പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ഒരു ഡോ പോലെ ആവും. അതിങ്ങനെ അതിനനുസരിച്ചുള്ള അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ മെല്ലിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ചെയ്യണം. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നും ഇട്ട് വെക്കരുത്, അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയത് അങ്ങനെ കട്ട പിടിക്കും. കട്ട പിടിച്ച് ഏകദേശം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് എത്ര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി ഒരു ഫുൾ ഡോ ആവണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ മാവും ഒന്ന് യോജിച്ച് വന്ന് ഇതുപോലെ ആവണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാൻ വെക്കുക. എന്നിട്ട് ഒരു ട്രേ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആ മാവ് ഇട്ടുകൊടുത്ത് ഒന്ന് അതിലൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കണം. ചട്ടകോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും ഒരുമിച്ച് നല്ല സെറ്റാക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഈ മാവ് ട്രാക്ക് ഇട്ട് സെറ്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കോട്ട് ചെയ്തെടുക്കാൻ ഒരു മിക്സ് പൊടി ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഞാനിവിടെ നബാട്ടിയാണ് എടുത്തത്, നമ്മുടെ 10 രൂപേൻ്റെ. അതിൻ്റെ ചോക്ലേറ്റ് വെർഷനും കിട്ടും. ഞാൻ ഇവിടെ വഫിൾസ് വെർഷനാണ് എടുത്തത്. അത് നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെയാണ്. അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇടുക. അതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുക. പാൽപ്പൊടിയും നബാട്ടിയും കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്ത് പൊടിച്ചാൽ നല്ലൊരു കോട്ടിങ്ങിനുള്ളൊരു പൊടി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാൻ പാൽപ്പൊടി അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ആ മിക്സ് ഒരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റിയേക്കുക. നമ്മൾ നേരത്തെ ട്രയൽ മാറ്റി വെച്ചിട്ടുള്ള മാവ് അതൊരു പാത്രത്തിലോട്ട് കവുത്തി വെച്ച് അതിനിങ്ങോട്ട് വിടിയിച്ചെടുക്കുക. എന്നിട്ട് ഒരു കത്തി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ക്വയർ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് കോട്ട് ചെയ്തെടുക്കണം. ശേഷം ഇപ്പോൾ നമ്മൾ ഒക്കെ സ്ക്വയർ ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മിക്സിയിൽ ഒന്ന് മുക്കി കോട്ട് ചെയ്തെടുക്കണം. ഒന്ന് റോൾ ചെയ്തൊന്ന് അതിലൊന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഐറ്റം റെഡിയായി. നിങ്ങൾക്ക് വല്ല ചോക്ലേറ്റ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കോട്ട് ചെയ്തെടുക്കണം. ഇതിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ബെറ്റർ. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് നമ്മുടെ യൂട്യൂബിലെ ഷമീസ് കിച്ചൺ എന്ന ചാനലിനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവർ പാൽപ്പൊടിയിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാതും ഒന്ന് അതിൽ കോട്ട് ചെയ്ത് സെറ്റായിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് നിരത്തി വെക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റിൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം. സംഗതി എന്ന് വെച്ചാൽ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് മധുരത്തിനോട് വലിയ അങ്ങനെ താല്പര്യമില്ല. പക്ഷേ ഈ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.